മന്ത്രിമാറ്റം ചർച്ചയായിട്ടില്ല എന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പോലും പുറത്തുവരുന്നത് ഭാവനകൾ മാത്രമാണ് എന്ന് എ കെ ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. നമുക്കറിയില്ല ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ അത് ചർച്ച ചെയ്യാനാണല്ലോ വിളിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനെല്ലാം ആലോചിച്ചിട്ട് അദ്ദേഹം ഒരു ഉത്തരം പറയും. അതുവരെ ഇപ്പൊ ആരും മാറുന്നില്ല, ആരും ചേരുന്നുമില്ല. അങ്ങനെ ഒരു സാഹചര്യം പ്രസിഡന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായ അങ്ങനെ തീരുമാനം എടുക്കുന്ന ആളല്ല പ്രസിഡന്റ്. എല്ലാം നോക്കി തീരുമാനം എടുക്കുന്ന എല്ലാ വശവും അതിന്റെ രാഷ്ട്രീയവും സംഘടനാപരവും. ബി ദിലീപ്കുമാർ, ഇപ്പോൾ എ കെ ശശീന്ദ്രന്റെ തന്നെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ആ രീതിയിലൊരു മന്ത്രിമാറ്റ ചർച്ച അത് നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഭാവനകൾ മാത്രമാണെന്ന് ഈ ഘട്ടത്തിൽ പോലും എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ നിലപാട് മാറ്റിയിട്ടില്ല, അതിൽ അയവ് വന്നിട്ടില്ല എന്നാണോ കരുതേണ്ടത്? പ്രജിൻ, ഇനി സംഘടനാപരമായ ചില നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടാണ്. കാരണം സംസ്ഥാനത്ത് ഇക്കാര്യത്തിൽ നിയമസഭാ കക്ഷി യോഗം 2 പേരേ ഉള്ളെങ്കിലും ആ നിയമസഭാ കക്ഷി യോഗം ചേരേണ്ടതുണ്ട്. സംസ്ഥാന നേതൃതലത്തിലുള്ള ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ശരത് പവാറിൻ്റെ തീരുമാനം ഈ യോഗങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കൾ ഏതായാലും ഇപ്പോൾ ഈ യോഗ തീരുമാനം പുറത്തു പറയാനുള്ള സാധ്യത, പരസ്യമായി പുറത്തു പറയാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഈ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനം ഇതാണ്: എ കെ ശശീന്ദ്രൻ സ്ഥാനമൊഴിയുക, തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ ഈ NCP യോഗം എത്തിയിരിക്കുന്നത്. നേതാക്കൾ ഏതായാലും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ പുറത്ത് പരസ്യമായി ഇക്കാര്യങ്ങൾ പറയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, എന്തായാലും ഈ തീരുമാനം അംഗീകരിക്കുമെന്ന് എ കെ ശശീന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചർച്ചയായിട്ടില്ല വിഷയങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട്. അത് നേരത്തെ ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ നടപടിക്രമങ്ങളുണ്ട്. അത് പൂർത്തിയായ ശേഷം ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ലഭിക്കും വരെ പരസ്യമായി പ്രതികരണം പാടില്ല എന്ന നിർദ്ദേശം ഒരുപക്ഷെ നേതാക്കൾക്ക് കൊടുത്തിരിക്കാം. എന്തായാലും കാത്തിരിക്കാം എന്താണ് NCP ഔദ്യോഗികമായി ഈ വിഷയത്തിൽ എടുക്കുന്ന തീരുമാനം. അത് അല്പസമയത്തിനകം പുറത്തുവരുമെന്നാണ് നമ്മൾ കരുതുന്നത്.